ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ 15-day ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ് നമ്മളിന്ന്. ഒരുപാട് പേർക്ക്, കുറച്ച് പേർക്കെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സിൻസിയർ ആയിട്ട് ഭയങ്കര ഹാപ്പി ഉണ്ട്. കുറച്ച് പേരുടെയെങ്കിലും പ്രോബ്ലം മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഇന്നത്തെ 15th ഡേ ആണ്. നമ്മുടെ ആ ഒരു 15th ഡേ ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം. മെസ്സേജ് അയച്ചും വിളിച്ചും മെയിൽ അയച്ചും ഒക്കെ ഒരുപാട് ഹാപ്പി പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ ഒരു ചലഞ്ച് പ്രോസസ്സ് കഴിയാണ്. നിങ്ങൾ ചലഞ്ച് പ്രോസസ്സ് കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യണ്ട, നിർത്തണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഒരുപാടുണ്ടാവും ടാനൊക്കെ. ഈ നെറ്റിയുടെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കുണ്ടല്ലോ, ആൺകുട്ടികൾക്ക് നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. കാരണം വെയിലടിക്കുന്ന എല്ലാം ഈ സൈഡിലല്ലേ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വീണ്ടും ഇത് ഒരു 15 ദിവസം കൂടെ തിരിച്ചും കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം, ലെമൺ ജ്യൂസ് കഴിക്കണം. പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, തൈര് അപ്ലൈ ചെയ്യുക. സൺടാൻ ഏറ്റവും ബെസ്റ്റ് ആണ് തൈര്. മറക്കാതെ കുറച്ച് തൈരൊക്കെ നിങ്ങൾ വെളിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. ആൺകുട്ടികൾ പൊതുവെ കുറച്ച് മടിയാണ് അല്ലേ, ഈ ഒരു ടാനൊക്കെ മാറുന്നതിന് വേണ്ടി മടിയൊക്കെ മാറ്റി വെച്ച് നല്ല വൃത്തിയായിട്ട് സുന്ദരികളുമായിട്ട് ഇരിക്കാം. അപ്പോൾ നമ്മുടെ 15th ഡേ പ്രോസസ്സിലേക്കാണ് ഇന്ന് പോകുന്നത്. 15th ഡേയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഷുഗറും വെച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. ഈ സ്ക്രബ് എന്ന് പറയുന്നത് ടാനിന് മാത്രമല്ല, ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലുള്ള ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് സഹായിക്കും ഈ ഒരു സ്ക്രബ്. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നുണ്ട്. നാരങ്ങ ലെമൺ എന്ന് പറയുമ്പോൾ അറിയാലോ, ലെമണിലുള്ള സിട്രിക് ആസിഡ് നമ്മുടെ ആ സ്കിന്നിന് ഒരു ചെറിയ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുമെങ്കിലും ഷുഗർ ചേർക്കുമ്പോൾ എല്ലാവർക്കും ഇറിറ്റേഷൻ വരണം എന്നില്ല. എനിക്ക് ഇറിറ്റേഷൻ ഇല്ല. അങ്ങനെ ചെറുതുണ്ടെങ്കിലും നിങ്ങളിത് പേടിക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ജസ്റ്റ് സ്ക്രബ് ചെയ്യേണ്ട ഒരു പാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പാക്കിന് ആവശ്യം വേണ്ട സാധനങ്ങൾ: ഷുഗർ, നമ്മുടെ സാധാരണ ഷുഗർ, അതായത് ഒരുപാട് തരിയുള്ള ഷുഗർ വേണ്ടേ, ഇതുപോലെ ജസ്റ്റ് നൈസായിട്ട് കുഞ്ഞു തരിയുള്ള ഷുഗറും അതിന്റെ കൂടെ വേണ്ടത് ലെമൺ ജ്യൂസ്. സ്ക്രബ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഷുഗർ കുറച്ച് അധികം ഇരുന്നോട്ടെ. എന്താണെന്നറിയാമോ, പെട്ടെന്ന് അതങ്ങ് മെൽറ്റായി പോകും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അധികം ഷുഗർ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അങ്ങ് മെൽറ്റായി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റത്തില്ല, സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഷുഗർ എടുക്കുക. അതിന്റെ കൂടെ ഒരു വലിയ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നല്ലപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണേ. ഈ ലെമണ് നമ്മൾ ഈ ഷുഗറിന്റെ കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു കുഴപ്പവും വരത്തില്ല, നമ്മുടെ മുഖത്തിനൊന്നും ഇറിറ്റേഷൻ ഒന്നും വരത്തില്ല. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഇതൊക്കെ മെൽറ്റായി പോകും. മെൽറ്റായി പോകുന്നതിന് മുമ്പ് നമുക്കിത് മുഖത്ത് സ്ക്രബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ആക്ച്വലി ഒരു ഇളം ചെറിയ ചൂടുവെള്ളത്തിലാണ് ഈ മുഖം കഴുകിയത്. കാരണം നമ്മുടെ ആ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് കഴുകിയത്. നോർമലായിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്ക് നമ്മുടെ ആ സ്കിന്നിന്റെ ആ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലപോലെ എഫക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇതെടുത്തതിന് ശേഷം, സ്ക്രബ് പാക്ക് എടുത്തതിന് ശേഷം, ലെമണും അതും ഉണ്ടല്ലോ അതുകൂടെ എടുത്തതിന് ശേഷം വിരലിലെടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നല്ല എന്താ പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ നല്ല റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്യണേ. നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മുടെ ഈ താടിയിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നിറയെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിന്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനായിട്ട് മൂക്കിന്റെ 2 സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ മസാജ് കൊടുക്കണം. മൂക്കിന്റെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ മസാജ് കൊടുക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മൂക്കിൽ നല്ലപോലെ ഒന്ന് ചൂട് വെള്ളം വെച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് സഹായിക്കും. നമ്മുടെ ഈ മൂക്കിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനത്തെ വളവുണ്ടല്ലോ, ആ വളവ്, ഈ 2 വളവിലും നമ്മുടെ ഈ ഒരു ഭാഗത്തും ഒക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെറ്റിയിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നെറ്റിയുടെ 2 സൈഡിലും ഒക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 3 minutes
സ്ക്രബ് ചെയ്താൽ മതി. ഒരുപാട് സ്ക്രബ് ചെയ്യാൻ പാടില്ല മുഖത്ത്. ഒരു ജസ്റ്റ് ഒരു 3 minutes നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും കണ്ണിന്റെ അടിയിൽ സ്ക്രബ് ചെയ്യണ്ടേ, ബിക്കോസ് ആ ഒരു സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ആ സ്കിന്ന് നാശമാവാനായിട്ട് ഇതാകും. അതുകൊണ്ട് കണ്ണിന്റെ അടിയിൽ മാത്രം നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ട, ആ താഴെയുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കയ്യിലും ഒക്കെ സ്ക്രബ് ചെയ്യുക കേട്ടോ. കയ്യിലും കഴുത്തിലും ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യേണ്ട എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു 2 വിരൽ ഉപയോഗിച്ച് സ്ക്രബ്. ഞാൻ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. കാരണം ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. വീഡിയോ ഇച്ചിരി ഒരു ലെങ്ത് ആയി പോയാലും നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റായിട്ട് പറയുന്നത്. നമ്മുടെ ഈ ഒരു താരയുടെ ഈ ഒരു ജോ ലൈൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ജോ ലൈൻ അതൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. നല്ല വൃത്തിയായിട്ട് ഫേസ് ഫുള്ള് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രബ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങൾ എല്ലാ മാസത്തിലും 2 പ്രാവശ്യം ഈ ഒരു സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നല്ല പോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറി സ്കിന്ന് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് നിങ്ങളെ സഹായിക്കും. മറക്കാതെ മാസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു സ്ക്രബ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടവൽ ഒന്ന് മുക്കി മുഖത്തൊന്ന് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഹോൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആകും. ഓപ്പൺ ആയിട്ട് സ്ക്രബ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു സ്ക്രബിന് നമ്മളത് ചെയ്യേണ്ട. നിങ്ങൾ അല്ലാതെ യൂഷ്വലായിട്ട് നമ്മൾ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ടവലിൽ ഒരു ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി മുഖത്ത് കുറച്ച് നേരം ഇട്ടതിന് ശേഷം ആവി പിടിക്കേണ്ട കാര്യം. എനിക്ക് പൊതുവെ ആവി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഇറിറ്റേഷൻ ആയിട്ട് പിന്നെ അത് ഇടുമ്പോൾ റെഡ് കളറിലൊക്കെ വരാറുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ആവി പിടിക്കേണ്ടതാണ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ചൂടുവെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞ് മുഖത്തെല്ലാം വെച്ചതിന് ശേഷം പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പം എപ്പോഴും ഈ ഒരു 2 വിരൽ ഞാൻ പറയുന്ന പോലെ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഈ ഒരു 2 വിരൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വെച്ചിട്ട് നല്ല റൗണ്ട് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലൈഫ് എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും ടാനൊക്കെ മാറി നല്ലതായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 15 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ആയിരുന്നു. സോ ഇനി നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഒരു ഹാപ്പി ന്യൂസ്, നല്ല ഒരു ഹാപ്പി ന്യൂസുമായിട്ടൊക്കെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ചില ചേഞ്ചസ് നമ്മുടെ ചാനലിന് ചില ചേഞ്ചസും ഒക്കെ ആയിട്ട് ഒരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.